ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ചൈനയെ നോക്കിയാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നതിലും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ചൈനയ്ക്ക് മേൽ അങ്ങനെ ഒരു ഇറക്കുമതി പ്രതികാര ചുങ്കം ഒന്നും ഏർപ്പെടുത്താൻ അത്രമേൽ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ പോലെ തന്നെ ഏറ്റവും അധികം ഈ ട്രംപിൻ്റെ അപ്രീതിക്ക് പാത്രമായി 50% ഇറക്കുമതി ചുങ്കം നമ്മുടെ കയറ്റുമതിക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു, സംജാതമായി. അത് നമ്മുടെ കയറ്റുമതി രംഗത്തിനുണ്ടാക്കുന്നൊരു നഷ്ടത്തിൻ്റെ വ്യാപ്തി, ആഴം എത്രമാത്രം വലുതാണ്. അതിന് പരിഹാരമാകും വിധത്തിലേക്കൊരു ചൈനീസ് നിക്ഷേപത്തിൻ്റെ കടന്നുവരവാണോ ഇന്ത്യൻ ഭരണകൂടം, മോദി സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ശരത്ത് ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അതായത് ഇന്ത്യ ഇതപര്യന്തം ഈ മോഡി ഭരണത്തിന് കീഴിൽ തുടർന്നു വന്നിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വിദേശകാര്യ നയത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഏറ്റവും അങ്ങേയറ്റത്തൊരു പരാജയമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ, ശരത്ത് ആമുഖമായി പറഞ്ഞു, അതായത് അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയുടെ ഒരു ആശ്രിതം, അമേരിക്കയാണ് ഏറ്റവും വലുത്, അമേരിക്കൻ സാമ്രാജ്യത്വമായി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ അന്ന് അമേരിക്കയോട് കൂടുതൽ അടുത്തു. ആ അടുത്തതിൻ്റെ ഫലമായിട്ട് മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യ അനാവശ്യമായിട്ട് പിണക്ക്, വിദേശകാര്യ നയത്തിൽ വന്നിട്ടുള്ള അതീവ ഗുരുതരമായ പാളിച്ച തന്നെയാണത്. നമ്മൾ ആലോചിക്കുക, ആദ്യം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ നേരെ ഏതോ വിദേശ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി കറാച്ചിയിൽ ഇറങ്ങി, അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണുന്നു, പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരിത് വന്നു. അത് കഴിഞ്ഞ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ വന്നു. മഹാബലിപുരത്ത് വലിയ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു രീതിയിലൊക്കെ ഒരു ഉച്ചകോടി കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചത്? ട്രംപുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിനോട് അടുത്ത് അമേരിക്കയോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് കീഴടങ്ങി പോകുന്ന ഒരു ഭരണകൂടമായിട്ട് ഇന്ത്യയിലെ മോഡി ഭരണകൂടം അധപ്പതിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കെതിരായി, ബംഗ്ലാദേശ് ഇന്ത്യയോടെതിരായി, ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ താല്പര്യമില്ല, നേപ്പാൾ ഇന്ത്യയുമായി സഖ്യകക്ഷിയായിരുന്നു എന്ന അവസ്ഥ മാറി. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ചുറ്റും. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു വിദേശകാര്യ സമീപനമാണ്. അതാണ് ഈ ഗുരുതരമായ പാളിച്ച. വാണിജ്യപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യാപാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി അവിടെയാണ് ആരംഭിക്കുന്നത്. അടുത്ത് കിടക്കുന്ന രാജ്യം ചൈന ഒരു അതിശക്ത രാജ്യമാണ്, ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി ഉൽപ്പന്നങ്ങൾ ചൈന ഉൽപ്പാദിപ്പിച്ച് എത്തിക്കുന്നു. അവിടെ എല്ലാം ചൈനയെ മാറ്റി നിർത്തി എല്ലാം അമേരിക്ക. എന്നാൽ ഏറ്റവും വലിയ തമാശ എന്താ, ഇതിനു മുമ്പും ഈ ഭരണം വരുന്നതിന് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ചൈനീസ് കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് ചൈന ഇന്ത്യയുടെ എന്തോ കാര്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ടു പോകും, രഹസ്യങ്ങൾ ചോർത്തും, അതുകൊണ്ട് ചൈനയായിട്ട് ഇടപെടാൻ പറ്റില്ലെന്നാണ് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ എന്താ, വിഴിഞ്ഞം തുറമുഖത്തിരിക്കുന്ന ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിനുകൾ ആരുണ്ടാക്കിയതാണ്? എവിടെ നിന്നുള്ള ക്രെയിനുകളാണ്? ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളാണ്. വല്ലാർപാടത്തിരിക്കുന്ന ക്രെയിൻ ആരുടെയാ? ചൈനയാണ്, ക്രെയിനാണ്. അതായത് ഇത്തരം ക്രെയിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്കേ കഴിയൂ. അതുകൊണ്ട് ചൈനയെ അങ്ങോട്ട്, അതിനുശേഷം ഗൽവാനിലെ പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ ചൈനയെ പുകച്ച് കളയും, മൂക്കി കയറ്റി കളയും എന്നൊക്കെ ഉള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് വേറൊരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ചൈനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഏക പ്രധാനമന്ത്രി. അന്ന് സംഘി ഹാൻഡിലുകൾ ചെയ്ത എന്താ? ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നമുക്ക് ചൈന വേണ്ട, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇപ്പോൾ പറയുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നാണ്. അപ്പോൾ ഇതാണ് വിദേശകാര്യ നയത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനം. എന്താണ് നിലപാട്? നമ്മൾ എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തെ, അമേരിക്ക എടുക്കുന്ന യുദ്ധവെറിയെ, അമേരിക്ക എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്നതിനെ, ലോകത്തെ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന നയസമീപനത്തെ ചെറുത്ത് നിൽക്കാനുള്ള ഉറച്ചൊരു തീരുമാനം ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവണം. എന്നിട്ട് ഇപ്പോൾ എന്താ, അമേരിക്കയായിട്ട് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വീണ്ടും ചൈനയുടെ അടുത്തേക്ക് പോകുന്നു, ചൈനയായിട്ട് കാണുന്നു. നമ്മൾ ആലോചിക്കുക, ഈ പ്രസിഡന്റ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പോയി പ്രസിഡന്റ് ട്രംപിനെ കണ്ട മറ്റ് രാജ്യത്തുനിന്നുള്ള നേതാവ് ആരാ? ഈ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പോയി കണ്ടു. അതിനുശേഷം വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കർ പോയി, പീയൂഷ് ഗോയൽ കോമേഴ്സ് മിനിസ്റ്റർ പോയി. ഇവരെല്ലാം പോയി ആദ്യമേ ചർച്ച നടത്തിയ രാജ്യം, ഈ വാണിജ്യ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി, ഉഭയകക്ഷി കരാറിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ആദ്യം ചർച്ച ചെയ്തൊരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയെ വളരെ മോശമായ രീതിയിൽ അവഗണിക്കുന്ന സമീപനമാണ് ട്രംപ് എടുത്തത്. ജയശങ്കറും പീയൂഷ് ഗോയലിനും പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോലും കഴിഞ്ഞില്ല. അതിനുശേഷം ഉള്ള നിലപാടുകളും ഈ 50%
ശരത് സൂചിപ്പിച്ചതുപോലെ ചൈന ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. എണ്ണ ഉപയോഗിക്കുന്ന രാജ്യവും ചൈനയാണ്. റഷ്യയാണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് 25% ഉള്ളൂ. അപ്പോൾ ഈ പീനൽ തീരുവ അവർക്കില്ലാത്ത എന്താ? അതുമാത്രമല്ല, ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ ആലോചിക്കുക. ഈ ട്രംപിൻ്റെ ഈ നിലപാടിന് കൃത്യമായൊരു പ്രതികരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇല്ല. ഇപ്പം ചൈനയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അമേരിക്കൻ നിലപാടിനെ തള്ളിക്കളയാനോ അമേരിക്കയെ നിങ്ങൾ ചെയ്ത് ശരിയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചൈന ഉടനെ തന്നെ ഈ തീരുവ ഉയർത്തിയപ്പോൾ അതേ തോതിൽ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തി. ഇന്ത്യ ചെയ്യുന്നില്ല. അല്ല, നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നാണ്. അതാണ് നേരത്തെ ജോർജ് ജോസഫ് താങ്കൾ പറഞ്ഞ ഈ സ്പോട്ടിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ചൈന തിരിച്ച് അവരും ആ നിലയിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അമേരിക്കയോട് അങ്ങനെ തന്നെ പ്രതികരിച്ചു. നമ്മൾ എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, നേരത്തെ ഞാൻ ഡോക്ടർ ജോസഫ് ആൻ്റണിയോട് അതാണ് ചോദിക്കാൻ ശ്രമിച്ചത്. ഈ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായി നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് പിന്നാലെ പ്രസിഡന്റ് ട്രംപിൻ്റെ പോസ്റ്റ് എന്തായിരുന്നു? അതായത് നമ്മൾ ഇറക്കുമതി തീരുവ, അതായത് അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യ സമ്മതിച്ചു എന്നാണ്. ചൈന എന്താണോ ചെയ്തത് അതിന് നേർ വിപരീതമായി പൂർണ്ണമായി ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പരിഹസിക്കുകയാണ്. എന്നിട്ട് പരിഹസിച്ചിട്ട് പറഞ്ഞത്, പക്ഷേ വല്ലാതെ വൈകി തോന്നിയ ബുദ്ധി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, അതിൽ കൂട്ടിച്ചേർത്ത ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരത്തെ കൂട്ടിച്ചേർത്ത് ഈ പരിഹാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നിലപാടില്ലായ്മയാണ് അവിടെ പ്രശ്നമായത്. നട്ടല് നിവൃത്തിയത് ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് ഈ പരിഹാസം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ത്യക്ക് മേൽ പീനൽ തീരുവ ചുമത്തണം, കാരണം റഷ്യയെ സഹായിക്കുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെല്ലാം തീപിടിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോടും കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ട്രംപ് പറയുന്ന പോലെ കേൾക്കുന്ന രാജ്യങ്ങളായിരിക്കും എന്ന് തോന്നുന്നില്ല ഈ കാര്യത്തിൽ. പക്ഷെ അതും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് മുഴുവൻ ഇന്ത്യയുടെ വ്യക്തമായ നിലപാടില്ലായ്മ, ശരിയായ രീതിയിൽ സാമ്രാജ്യത്വ ശക്തികളെയും കോർപ്പറേറ്റ് മൂലധന ശക്തികളെയും എതിർത്തുകൊണ്ട് ഒരു പ്രത്യേക ചേരി സൃഷ്ടിക്കുന്നതിനുള്ള ഈ വികസ്വര രാജ്യങ്ങളുടെ ചാമ്പ്യനായി നിൽക്കും. മുമ്പ് ഇന്ത്യയുടെ വിദേശ നയം അതായിരുന്നു. നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെയൊക്കെ വികസ്വര രാജ്യങ്ങളുടെ മുന്നിൽ നിന്ന് അവർ നയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ വിദേശകാര്യ രംഗത്ത്. ഇത് അഴകുഴമ്പൻ സമീപനം, നിലപാടില്ലായ്മ, ഏത് രാജ്യമാണ് നമ്മുടെ ശത്രു എന്നറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ പോയപ്പോൾ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചേരും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ചൈനയുടെ മുമ്പിൽ കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതാണ് അവസ്ഥ.